നിയമനിർമ്മാണത്തിൽ അവസാന തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ നിയമങ്ങളും പാർലമെൻറ്റും നിയമസഭയും ഉണ്ടാക്കുന്നുണ്ട്. നിയമം അറിയില്ല എന്ന് പറയുന്നത് തന്നെ കുറ്റകരമാണ് എന്നുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റിലും നിയമസഭയിലും ഉണ്ടാക്കുന്ന നിയമങ്ങൾ ജനങ്ങൾ കാണുകയും അറിയുകയും വേണം. അപ്പോൾ നമുക്കൊരു വേണ്ടിയിട്ടൊരു നിയമം ചട്ടം അനുസരിച്ച് ഇവരുണ്ടാക്കി കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തും? അത് ഗ്രാമസഭകളിലൂടെ ജനങ്ങളിലേക്ക് എത്തുകയും ആ നിയമം നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു നിയമമാണ് എങ്കിൽ, ഇപ്പോൾ നമ്മൾ പൗരത്വ നിയമത്തിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വലിയ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നില്ല, ജനങ്ങളോട് ചർച്ച ചെയ്തില്ല, ജനങ്ങളോട് ആ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് അത് ഗ്രാമസഭകളിലൂടെ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ടാണ് പറയുന്നത്, നിയമസഭയിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ജനങ്ങൾ അംഗീകരിക്കണം, ഗ്രാമസഭ അംഗീകരിക്കണം. ഗ്രാമസഭ അംഗീകരിക്കാത്ത നിയമങ്ങൾക്ക് നിയമസാധ്യതയില്ല എന്ന് തന്നെയാണ് നിയമം പറയുന്നത്. പക്ഷേ നമ്മുടെ ആളുകൾ, ജനപ്രതിനിധികളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ അത്തരം കാര്യങ്ങളിലേക്ക് സജീവമായിട്ട് ഇടപെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ ഉള്ള പ്രതിപക്ഷ നേതാക്കൾ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തി അതിനെ നിയമമാക്കി കൊണ്ടുവരികയും പുതിയതായി വരുന്ന ഓരോ നിയമങ്ങളും അതാത് സമയങ്ങളിൽ ഗ്രാമസഭകളിൽ ചർച്ച ചെയ്ത് ജനങ്ങളുമായിട്ട് സംവേദിച്ച് അത് വേണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിച്ച് അവർ തള്ളിക്കളഞ്ഞ നിയമങ്ങൾ നമുക്ക് തള്ളിക്കളയാവുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഗവർണറും അതുപോലെ തന്നെ രാഷ്ട്രപതിയും ഒക്കെ ഒപ്പിടുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടികൾ പോലും മാറ്റം വരാതിരിക്കുന്നത് ജനാധിപത്യ അപ്ഡേഷൻ നടത്താത്തത് കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.